എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ദിവസമായി, ഒരു 10-12 ദിവസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കാരണം വേറൊന്നുമല്ല, കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. പക്ഷേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു മാസത്തിൽ നമ്മൾ ധാരാളം ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് സാധിച്ചു. നിരവധി ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് സാധിച്ചു. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഏറ്റവും സുഗമമായിട്ടുള്ള ദർശനവും കിട്ടി. ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാണ്ട് വേറെ എന്താ പറയേണ്ടത്. നിരവധിയായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. അതിലേറ്റവും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ മതി വരുവോളം കണ്ടു തൊഴുകയെന്ന് പറയില്ലേ. നമുക്ക് യാതൊരു തിരക്കും ഇല്ലാണ്ട്, ഒരു ജനബാഹുല്യം ഇല്ലാണ്ട്, സാധാരണ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ നമുക്ക് തിക്കിത്തിരക്കി ഒരു നോട്ടം കാണാനേ നമുക്ക് സാധിക്കുള്ളൂ. ആ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് ധാരാളം കണ്ട് തൊഴാനായിട്ടുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ജീവിതത്തിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ, ഭഗവാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മുടെ മേലുള്ളത് തന്നെയാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജം, അല്ലേ? നമുക്ക് കിട്ടുന്ന ഈ ഒരു ഭാഗ്യങ്ങളെന്ന് പറയുന്നത് വളരെ ദുർലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളോട് കൂടി ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്നും വീഡിയോ എടുക്കുക എന്നുള്ളത് അത്രയൊരു സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ടും, പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മറ്റു പല ആളുകളും ഒക്കെ അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവരുടെ സ്വകാര്യമായിട്ടുള്ള അവരും ക്ഷേത്ര ദർശനത്തിന് വരുന്നത് കൊണ്ട് നമുക്ക് ആളുകൾ അതിൽ പെടുവോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. എങ്കിൽ പോലും മനസ്സിന് ഇത്രയേറെ ആനന്ദം നിറഞ്ഞ ദിവസങ്ങൾ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക മാസത്തിൽ കിട്ടുന്ന ഒരു അനുഭവം എന്നുള്ളത് വളരെയധികം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം നൽകുന്ന ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവരിലും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.